വയനാട്ടിൽ പരക്കെ മഴ, ശക്തമായ കാറ്റും വീശി അടിക്കുന്നുണ്ട്. തലപ്പുഴ കരകവിഞ്ഞു. മക്കിമലയിൽ അതീവ ജാഗ്രത. പ്രദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. ബത്തേരിയിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി. വയനാട് പനവല്ലിപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വിവരങ്ങളുമായി മക്കിമലയിൽ നിന്നും പി വി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, ഈ ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി, ആളിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ വയനാട്ടിലെ മഴയുടെ ഒരു സാഹചര്യം? മക്കിമലയിലെ സാഹചര്യം എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും അവസ്ഥ കൂടി. സിജു, പനവല്ലി പുഴയിലാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത്. അത് പനവല്ലി കോളനിയിലെ ഉന്നതിയിലെ സജി എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 2 ദിവസമായി ഇദ്ദേഹത്തെ കാണുവാനില്ലായിരുന്നു. ഇന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് വയനാട്ടിൽ നിന്നും നൽകാനുള്ളത്. ഇന്ന് ഈ സമയമാകുമ്പോൾ വയനാട് തലപ്പുഴ ഭാഗത്ത് ഒരു വെയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അല്പം ശമനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി തുടർച്ചയായി മഴ പെയ്യുകയാണ്. ശക്തമായ കാറ്റുമായിരുന്നു. ഇന്നലെയും ഇന്നുമായി പലയിടങ്ങളിലും മരം കടപുഴകി വീഴുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതൊക്കെ തന്നെ റോഡിൽ നിന്നും മാറ്റുന്ന സ്ഥിതിയിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മക്കിമലയിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വരുന്നത്. മക്കിമലയിലും ഇതേ ഒരു കാലാവസ്ഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്തുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ വെയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അത് ഏറെ ആശ്വാസകരമാണ്. മക്കിമലയിൽ ഇന്നലെ രാത്രി മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ജനങ്ങളൊക്കെ തന്നെ ആശങ്കയിലായിരുന്നു. ചെളിവെള്ളമായിരുന്നു അവിടെ നിന്നും വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ആ ഒരു വലിയ കാറ്റും മഴയും അവസാനിച്ചത് തന്നെ ഏറെ ആശ്വാസകരമാണ് എന്നുള്ളതാണ്. മറ്റ് സ്ഥലങ്ങൾ ബാണാസുര സാഗർ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ 80 സെന്റിമീറ്ററായി ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിൽ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കാലാവസ്ഥയിലേക്ക് ഈ ഒരു സമയത്ത് മാത്രം മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മറ്റ് അപകടകരമായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം തലപ്പുഴ, കാളന്തിപ്പുഴ ഇതൊക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിരുന്നു. ഇവിടെ നിന്നൊക്കെയുള്ള തീരങ്ങളിലുള്ള ആളുകളെ ഒക്കെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പോയ കാലത്തിന്റെ ദുരന്തത്തിന്റെ ഒരു ആശങ്ക ഇതൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ശരി ജോഷ്ല, ഏതായാലും വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് ജോഷ്ല പങ്കുവച്ചത്. വയനാട്ടിലെ മക്കിമലയിൽ അതീവ ജാഗ്രത. ജില്ലയിൽ മഴയ്ക്കിപ്പോൾ അല്പം ശമനമുണ്ട്, കാറ്റിനും ശമനമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ജോഷ്ല പങ്കുവച്ചത്.